ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ 6 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്ന സാഹചര്യങ്ങളിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് പ്രഗ്നൻസിയുടേതാണെന്ന് ഒരു 70% വരെ നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ലക്ഷണം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീക്ക് തല മുതൽ പാദം വരെ ഒരുപാട് ഭാഗങ്ങളിൽ ഒരുപാട് തരത്തിലുള്ള ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ബ്രസ്റ്റിൽ ചേഞ്ചസ് ചെയ്തതാണ് ഒരുപാടുള്ളത്. അതുപോലെ തന്നെ വജൈനയിലും ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാറ്റം വരുന്ന മറ്റൊരു ശരീരഭാഗമാണ് നമ്മുടെ വായ അല്ലെങ്കിൽ നമ്മുടെ മൗത്ത്. ഇവിടെ നമ്മുടെ വായയിലുണ്ടാവുന്ന പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന 6 മാറ്റങ്ങളെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം കേട്ടോ. ഏറ്റവും ആദ്യത്തെ എന്ന് പറയുന്നത് നമുക്ക് പല്ലില് വേദന അനുഭവപ്പെടുക. സാധാരണയായിട്ട് നമുക്ക് പല്ലില് വേദന ഉണ്ടാവുന്നത് പല്ല് കേടാവുന്ന സമയത്താണ്. പക്ഷെ നമ്മൾ നോക്കുമ്പോഴേക്കും പല്ലില് കേടൊന്നും കാണുന്നില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് നമുക്ക് മോണ വീക്കം പോലെയോ അല്ലെങ്കിൽ ആ ഭാഗമൊക്കെ മോണയുടെ ആ ഭാഗമൊക്കെ ഭയങ്കരമായിട്ട് റെഡ് കളറിൽ വരികയോ ചെയ്ത് കഴിഞ്ഞാൽ പലർക്കും അത് പ്രഗ്നൻസിയുടേതായിട്ടുള്ള സാഹചര്യങ്ങളിൽ കാണാറുണ്ട്. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമുക്കറിയാം ശരീരത്തിൽ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്. പെട്ടെന്ന് ഈ ഒരു ഹോർമോൺ ചേഞ്ചസ് പലതും ഇങ്ങനെ ഷൂട്ടപ്പ് ആവുന്നതുമായിട്ട് നമ്മുടെ വായയ്ക്ക് പൊരുത്തപ്പെടാനായിട്ടുള്ള സമയം എടുക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചേഞ്ചസ് നമുക്ക് അനുഭവപ്പെടാറുള്ളത്. ഭയങ്കര സെൻസിറ്റീവ് ആയിട്ട് നമുക്ക് തോന്നുകയും വിങ്ങുന്നത് പോലുള്ളൊരു വീക്കം നമുക്ക് വായയിൽ അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവുന്നത് ഏർലി പ്രഗ്നൻസിയുടെ സ്റ്റേജിൽ, അതായത് പ്രഗ്നൻസി തുടങ്ങുന്ന ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലായിരിക്കും കേട്ടോ. രണ്ടാമതായിട്ട് നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ബ്ലീഡിംഗ് ആണ്. നിസ്സാരമായിട്ട് നമ്മൾ പയ്യെ ബ്രഷ് ചെയ്ത് പോകുമ്പോഴും മോണയുടെ എവിടെയെങ്കിലും കൊണ്ട് നമുക്ക് ചെറുതായിട്ട് ബ്ലീഡിംഗ് അനുഭവപ്പെടുന്നത്. നോർമലി നമ്മൾ എപ്പോഴും ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. പെട്ടെന്ന് ഇങ്ങനെയുള്ള ബ്ലീഡിംഗ് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ നമ്മളുടെ ശരീരം ഭയങ്കര സെൻസിറ്റീവ് ആകുന്നത് കൊണ്ടും ബ്ലഡ് സർക്കുലേഷൻ ആ ഭാഗങ്ങളിലോട്ട് കൂടുന്നത് കൊണ്ടും അനുഭവപ്പെടാം. ബ്രഷ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ നമുക്ക് ബ്ലീഡിംഗ് ഉണ്ടാവുമ്പോഴേക്കും ജസ്റ്റ് സ്ലോവിൽ നിങ്ങളൊന്ന് ബ്രഷ് ചെയ്ത് പോവുക കേട്ടോ. മൂന്നാമതായിട്ട് അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ ഈ ഒരു ബ്ലീഡിങ്ങിനൊപ്പം തന്നെ നമുക്ക് ഉണ്ടാകുന്ന മറ്റൊരു ബുദ്ധിമുട്ടാണ് വായയിൽ ബ്രഷ് അങ്ങോട്ട് വെക്കുമ്പോൾ തന്നെ നമുക്ക് വൊമിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസീസ് അവിടെ ഉണ്ടാവുന്നത്. ജസ്റ്റ് നമ്മളുടെ ആ ഒരു ഹോർമോൺ ചേഞ്ചസ് ഒക്കെ ആ ഒരു ഏറ്റവും കൂടുതൽ നടക്കുന്നത് രാത്രി സമയങ്ങളിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഒരു ബോഡി ഒരു എക്യുപ്മെന്റ് നമ്മളുടെ ശരീരത്തിലോട്ട് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് നമ്മളുടെ ശരീരത്തിലോട്ട് പോകുമ്പോൾ നമ്മുടെ വായയിലോട്ട് കടക്കുമ്പോഴേക്കും അതും നമുക്ക് പെട്ടെന്ന് ഒരു റിയാക്ഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്നതിനും അതിന്റെ ഭാഗമായിട്ട് നമുക്ക് വൊമിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ ഈ ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവുന്നത് ബ്രഷ് ചെയ്യുന്ന സമയത്താണ്. പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഒരുപാട് സ്ത്രീകൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു ലക്ഷണമാണ് ബ്രഷ് ചെയ്യുന്ന സമയത്ത് മാത്രം നമുക്ക് വൊമിറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ടെൻഡൻസി വരുന്നത് കേട്ടോ. അപ്പൊ അത് അടുത്തൊരു മാറ്റമാണ്. അടുത്തൊരു മൂന്നാമതായിട്ടുണ്ടാവുന്ന ലക്ഷണം എന്ന് പറയുന്നത് വായയിൽ മെറ്റാലിക് ടേസ്റ്റ് അനുഭവപ്പെടുന്നത്. മെറ്റാലിക് ടേസ്റ്റ് ഉണ്ടാവുന്നത് പറയുന്നത് നമ്മളൊരു കൊയിൻ എടുത്ത് കടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പാത്രം എടുത്ത് ഒരു സ്പൂൺ എടുത്ത് നമ്മൾ കടിക്കുമ്പോൾ ഇപ്പൊ ഞാൻ ഈ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഒരു സെൻസേഷൻ നിങ്ങൾക്ക് ഉണ്ടാവില്ലേ. അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് ആ ഒരു മെറ്റാലിക് ടേസ്റ്റ്, ഒരു മെറ്റലിൽ നമ്മൾ കടിക്കുമ്പോൾ ഉണ്ടാവുന്ന തരത്തിലുള്ള ആ ഒരു ബുദ്ധിമുട്ട്, ഒരു ടേസ്റ്റ് വ്യത്യാസം നമുക്ക് വായയിൽ അനുഭവപ്പെടാം. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മുടെ ടേസ്റ്റ് ബഡ്സിനൊക്കെ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് പലർക്കും ഒരു മെറ്റാലിക് ടേസ്റ്റ് വായയിൽ അനുഭവപ്പെടുന്നത്. നോർമലി നമ്മൾ എന്തെങ്കിലും എടുക്കുമ്പോൾ അല്ലെങ്കിൽ വിയേർഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പാത്രം ഇങ്ങനെ കൂട്ടിയിടിക്കുന്ന അല്ലെങ്കിൽ പാത്രം ഇങ്ങനെ ഒന്ന് ഉരച്ചെടുക്കുന്ന സിറ്റുവേഷനിലൊക്കെ നിൽക്കുമ്പോഴേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ മനസ്സിലോട്ട് ആ ഒരു തിങ്കിങ് വരികയും നമുക്ക് വായയിൽ ഇങ്ങനെ മെറ്റാലിക് ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തിന് ശേഷം കൂടുതലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു മെറ്റാലിക് ടേസ്റ്റിന്റെ സെൻസേഷൻ വരുന്നുണ്ടെങ്കിൽ അതും പ്രഗ്നൻസി ആകുന്നതിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാകാം. അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് വായയിൽ കൂടുതൽ വെള്ളം വന്ന് നിറയുന്നത്. സാധാരണ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലാണ്. എന്നാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുള്ള സമയത്തല്ലാതെ അതിനുശേഷവും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വായിൽ ഇങ്ങനെ വെള്ളം വന്ന് നിറയുന്നത് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും ഈ ഒരു പ്രഗ്നൻസി ആയതിന്റെ ഒരു സൂചനയായിരിക്കും കേട്ടോ. പ്രഗ്നന്റ് ആകുമ്പോഴുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ് കൊണ്ടും നമ്മളിൽ ഉണ്ടാകുന്ന മോർണിംഗ് സിക്നസ്, അതായത് വൊമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ വൊമിറ്റ് ചെയ്യാനായിട്ട് ടെൻഡൻസി വരിക അല്ലെങ്കിൽ ഹാർട്ട് ബേൺ ഉണ്ടാവുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് വായയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം വന്ന് നിറയുന്നത്
പോലുള്ള ഒരു സെൻസേഷൻ നമുക്ക് ഫീൽ ചെയ്യാം കേട്ടോ. പിന്നെ ഏറ്റവും കൂടുതൽ പ്രഗ്നന്റ് ആകുന്ന സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ആൻസൈറ്റി, നമ്മൾ പോലും ചിന്തിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ആ സമയത്ത് ചെയ്ത് കൂട്ടിയെന്നിരിക്കും. നമ്മളിപ്പോൾ പ്രഗ്നൻസി എന്താകും എന്നുള്ളൊരു കോൺഷ്യസ് ആയിട്ട് നമ്മൾ തിങ്ക് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാവുക, അല്ലെങ്കിൽ നമുക്ക് ആൻസൈറ്റി ഉണ്ടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ആ ഒരു വായിൽ വെള്ളം വന്ന് നിറയുന്നത് പോലുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാം. ഡെഡിക്കേറ്റഡ് വീഡിയോ ഉണ്ട് ഇതിനെ പറ്റിയിട്ട്. മൗത്ത് ചേഞ്ചസ് ദിജൂസ് വേൾഡ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പ്ലാക്ക് വരികയാണ്. നമ്മുടെ പലരുടെയും പല്ലിൽ ഇങ്ങനെ പല്ലിന്റെ ഇങ്ങനെ ഉള്ളിലോട്ടുള്ള ഭാഗത്തും അതുപോലെ തന്നെ പല്ലിന് പുറമേയുള്ള ഭാഗത്തും പലർക്കും പ്ലാക്ക് അടിഞ്ഞുകൂടാറുണ്ട്. ഈ പ്ലാക്ക് നമുക്ക് കട്ടിയായിട്ടുള്ള ഒരു വൈറ്റ് കളറിലായിരിക്കും പ്ലാക്ക് ഉണ്ടാവുന്നത്. പലരും ആ ഒരു ഓറൽ ഹൈജീൻ നോക്കുമ്പോഴേക്കും ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ക്ലീൻ ഒക്കെ ചെയ്യുന്നതും മൗത്ത് ക്ലീൻ ചെയ്യുന്നതും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡെന്റിസ്റ്റിനെ പോയി കണ്ടിട്ട് മൗത്ത് ക്ലീൻ ചെയ്യുമ്പോഴും പ്ലാക്ക് റിമൂവ് ചെയ്ത് നമ്മൾ കളയാറുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ പ്ലാക്ക് അടിഞ്ഞു കൂടുന്നതിന്റെ തോത് വളരെയധികം കൂടുന്നത് പലപ്പോഴും പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീയിൽ കാണുന്ന ഒരു ലക്ഷണമാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിൽ ബാക്ടീരിയാസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെയുള്ള പ്ലാക്ക് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാക്ടീരിയാസ് ഡെവലപ്പ് ആകാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻ നേരത്തെ ഉണ്ടായതിനേക്കാളും കുറച്ചുകൂടി കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ഒരു സെൻസിറ്റിവിറ്റി അവിടെ വായിൽ ഉണ്ടാവുന്നതിന്റെ ഭാഗമായിട്ടാണ് കൂടുതൽ പ്ലാക്ക് അവിടെ അടിഞ്ഞു കൂടുന്നത്. പ്ലാക്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പല്ലിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാവുന്ന ഇങ്ങനെ അടിഞ്ഞു കൂടുന്ന വൈറ്റ് കളറിലുള്ള ഒരു സാധനമാണ് പ്ലാക്ക് എന്ന് പറയുന്നത്. ആ ഒരു ബുദ്ധിമുട്ട് പലർക്കും ഉണ്ടാകാം. അടുത്തൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്ക് പല്ലിൽ പെട്ടെന്ന് കേട് അനുഭവപ്പെടും. നമുക്ക് ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആയിരിക്കും നമ്മുടെ ആ ഒരു ഏരിയ, ആ ഒരു പ്രഗ്നൻസിയുടെ ആ ഒരു തുടക്ക സ്റ്റേജിലൊക്കെ. അങ്ങനെയുള്ള ഒരു സെൻസിറ്റിവിറ്റി നമുക്ക് വരുമ്പോഴേക്കും പെട്ടെന്ന് എന്ത് കഴിക്കുമ്പോഴും നമുക്ക് ആ ഒരു കേട് അടിഞ്ഞുകൂടാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസി സമയത്ത് നമ്മൾ ഓറൽ ഹൈജീന് സെപ്പറേറ്റ് ആയിട്ടൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് തന്നെ ഒരുപാട് ഡോക്ടേഴ്സ് നമ്മളോട് പറയാറുണ്ട്. ഡെന്റിസ്റ്റുകൾ നമ്മളോട് പറയാറുണ്ട്. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ് ആകുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ മൗത്ത് എന്ന് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് എന്നൊരു ഡോക്ടറോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും നിങ്ങളുടെ ഓറൽ ഹൈജീൻ എത്രത്തോളം നിങ്ങളുടെ ആ ഒരു പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതിനെ പറ്റിയിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ ഏറ്റവും കൂടുതൽ നമ്മളൊരു ചെക്കപ്പ് നടത്തണമല്ലോ. അതായത് ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ്, നമ്മൾ സെറ്റ് ആണോ, നമ്മൾ പ്രഗ്നൻസി ആകാൻ വേണ്ടിയിട്ട് ഹോർമോൺ ഇംബാലൻസ് ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെക്കപ്പ് നടത്തുന്നതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രഗ്നന്റ് ആകുന്നതിന് മുൻപ്, ആ തയ്യാറെടുപ്പ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഒരു ഡെന്റിസ്റ്റിനെ കാണാനായിട്ട് പോകുന്നത്. നമ്മളൊരു ഓറൽ ഹൈജീൻ നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് ആ ഒരു സമയത്ത് നമ്മൾ മോണിറ്റർ ചെയ്യണമെന്നാണ് പല ഡോക്ടേഴ്സും നമ്മളോട് പറയാറുള്ളത്. ഈ ഒരു ഓറൽ ഹൈജീൻ നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നല്ലതുപോലെ കുറയുന്നത് കൊണ്ട് തന്നെ, അതായത് നമുക്ക് കൂടുതൽ ഒരു പ്രൊട്ടക്ഷൻ നമ്മുടെ വായിക്ക് കൊടുക്കാൻ സാധിക്കാതെ വരുന്നു. നമ്മളിലുണ്ടാകുന്ന ഒരുപാട് ചേഞ്ചസ് കൊണ്ട് വായിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. പക്ഷെ ഇതൊക്കെ കൂടുതൽ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമുക്ക് ഡെവലപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ബുദ്ധിമുട്ടുകൾ നമുക്ക് എന്താ പറയാ, ആ ഒരു പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഭയങ്കര വേഴ്സ് ആയിരിക്കും. പല്ലിന്റെ കേട് നമുക്ക് ഭയങ്കരമായിട്ട് കൂടും, പെയിൻ നമുക്ക് ഭയങ്കരമായിട്ട് കൂടും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡിക്ക് ചിലപ്പോൾ പല്ല് പറിക്കാനായിട്ടുള്ള ഒരു അനുവാദം ഒന്നും ഉണ്ടാവില്ല. കാരണം അനസ്തേഷ്യ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് നമുക്ക് പ്രഗ്നന്റ് ആവുന്ന സമയത്ത് അങ്ങനെ കൊടുക്കുന്നത് നല്ലതല്ല. അങ്ങനെയൊക്കെ ആവുമ്പോഴേക്കും അതിനനുസരിച്ച് നമുക്ക് കോംപ്ലിക്കേഷൻസ് അവിടെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ഓറൽ ഹൈജീൻ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ പ്രഗ്നൻസി നോക്കുക. അങ്ങനെ അല്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ, പല്ല് സെൻസിറ്റീവും മോണോ സെൻസിറ്റീവും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. പോസിറ്റീവ് ആകാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പൊ ഈ വീഡിയോസ് കാണുമ്പോൾ പലരും ശ്രദ്ധിക്കും, പല്ലിൽ കേടുള്ള ഒരാൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടല്ലേ ഇതെന്നുള്ളത് പലരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷേ പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീക്കും ഏർലി സ്റ്റേജിൽ പല്ലിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.